നിന്നോട് പറയാനുള്ളതൊക്കെ നേരത്തെ തന്നെ ഞാൻ നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ. നിന്നെപ്പോലെ അഴിഞ്ഞാടി നടക്കുന്ന ഒരു പെണ്ണ് എന്റെ അടുത്ത് വരുന്നതോ സംസാരിക്കുന്നതോ എനിക്ക് ഇഷ്ടമല്ല. നിന്നെ കൺവട്ടത്ത് കണ്ട കുളിക്കണം. നിന്നെ പോലുള്ള എല്ലാത്തിനോടും അറപ്പാ എനിക്ക്. മാറി നിക്കടി. അവിടെ താൻ എന്താ കരുതിയത്? ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി എന്തും പറഞ്ഞിട്ട് കയ്യും വീശി അങ്ങ് പോവാന്നോ? അടിച്ച് നിന്റെ പല്ല് കൊഴിക്കാത്തതേ എനിക്കൊരു നേരം അന്നം വിളമ്പിത്തരുന്ന ജാനകി അമ്മയുടെ മകനാണ് നീ എന്നുള്ളത് കൊണ്ട് മാത്രം. എടോ, നേരത്തെയും ഇപ്പോഴും താൻ പറഞ്ഞ ജാടത്തരത്തിനെ പോലീസിൽ ഞാനൊരു പരാതി എഴുതി കൊടുത്താലേ എത്ര വർഷങ്ങൾ താൻ അഴിയെണ്ണി അകത്ത് കിടക്കുന്നറിയോ? വകുപ്പ് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് വെച്ചാ മതി. പഴയ IPC 354 അല്ലെങ്കിൽ പുതിയ BNS 98 വകുപ്പ്. താൻ നെറികെട്ടവനാണെന്നും മനുഷ്യത്വം തൊട്ട് തീണ്ടാത്ത മഹാദുഷ്ടനാണെന്നും ഉറപ്പുണ്ടായിട്ടും ഞാനത് ചെയ്യാത്തതേ എന്നെ പോലൊരു പെണ്ണാണ് തന്നെ പ്രസവിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം. അങ്ങനെ ഒരു പരിഗണന തനിക്ക് തരേണ്ടെന്ന് ഈ നിമിഷം ഞാൻ തീരുമാനിച്ച തന്റെ ജന്മം തീർന്നേനെ. മനസ്സിലായോടോ? ലോകത്തൊരു പെണ്ണിനോടും പറഞ്ഞുകൂടാത്ത വാക്കുകളാ നേരത്തെയും ഇപ്പോഴും താൻ എന്നോട് പറഞ്ഞത്. കണ്ടവന്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമന്ന് പണത്തിന് വിലപേശുന്നവൾ, മാനം കെട്ടവൾ, അഴിഞ്ഞാട്ടക്കാരി. ഇത്രയും നിന്ദ്യമായ വാക്കുകളും ക്രൂരമായ അപമാനവും സഹിക്കേണ്ടി വരുന്ന ഒരു സ്ത്രീയുടെ മനസ്സിൽ എന്തായിരിക്കും എന്ന് അറിയണമെങ്കിലേ താൻ ആദ്യം തന്റെ പെറ്റമ്മയോട് ചെന്ന് ചോദിക്കണം. അല്ലെങ്കിൽ കുഞ്ഞനിയത്തിയോട് ചെന്ന് ചോദിക്കണം. അവര് പറഞ്ഞു തരും എങ്ങനെയാ ഫീൽ ചെയ്യുന്നതെന്ന്. തനിക്കറിയോ, ചെയ്തതൊക്കെ ശരിയാണെന്ന് ന്യായീകരിക്കുന്നവളല്ല ഞാൻ. ഒരു വലിയ തെറ്റിലൂടെ സഞ്ചരിച്ച് തന്നെയാ ഞാനിപ്പോ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ആ തെറ്റ് എനിക്ക് പറ്റിയൊരു വലിയ കയ്യബദ്ധമൊന്നുമല്ല. അതിലേക്ക് ഞാൻ വലിച്ചിഴക്കപ്പെട്ടതുമല്ല. തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സ്വീകരിക്കേണ്ടി വന്നതാ. ജീവിതമാണ് അതെന്നെ കൊണ്ട് ചെയ്യിച്ചത്. ഞാനത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒരുപാട് കണ്ണീര് കാണേണ്ടി വന്നേനെ. എത്രയോ ജീവിതങ്ങൾ തകർന്നില്ലാണ്ടായി പോകുന്നത് കാണേണ്ടി വന്നേനെ ഞാൻ. തന്റെ കണ്ണില് പിഴച്ചവളായ ഈ പെണ്ണ്, പാപിയായ ഈ പെണ്ണ് കുറെ പേരെ കാത്തു രക്ഷിച്ചിട്ടുണ്ട്. തീരാത്ത സങ്കടങ്ങളിലേക്കും ദുരിതങ്ങളിലേക്കും തള്ളിവിടാതെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അതൊന്നും അറിയാതെയാ താൻ എന്നെ ശാസിച്ചത് മുഴുവൻ. ഞാൻ ഈ പറഞ്ഞതൊന്നും തനിക്ക് മനസ്സിലായില്ലെങ്കിൽ സ്വന്തം ജീവിതത്തിലേക്ക് തന്നെ താനൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. ഭർത്താവും മൂത്ത മകളും മരിച്ച ശേഷം തന്റെ ആ പാവ അമ്മ തുളസി മോളെ എത്ര യാതനകൾ സഹിച്ചാണ് പ്രസവിച്ചതെന്നും തന്നെയും ആ കുഞ്ഞിനെയും എങ്ങനെയാണ് വളർത്തിയതെന്നും ജസ്റ്റ് ഒന്ന് ഊഹിച്ചെടുത്താൽ മതി. അപ്പൊ തനിക്ക് മനസ്സിലാവും ജീവിച്ചു പോകാൻ ഓരോരുത്തരും എന്തൊക്കെ വേഷങ്ങളാ കെട്ടേണ്ടി വരുന്നതെന്ന്, എത്രയൊക്കെ ത്യാഗങ്ങൾ സഹിക്കുന്നുണ്ടെന്ന്. പിന്നെ ഒരു പെണ്ണ് ചതിച്ചതിന്റെ പേരില് ലോകത്തിലെ മുഴുവൻ പെണ്ണുങ്ങളോടും തനിക്ക് വെറുപ്പും പകയുമാണെന്ന് എനിക്കറിയാം. കഥകൾ ചിലത് കേട്ടതാ ഞാനും. എന്നാ താൻ ഒന്നറിയണം, തന്റെ ജീവിതത്തിലുണ്ടായത് ഒരു പെണ്ണിന്റെ മാത്രം ചതിയാ. അതിന്റെ പേരിൽ എല്ലാ പെണ്ണുങ്ങളും പിഴകളാണെന്ന് അടച്ചാക്ഷേപിക്കുമ്പോഴേ തന്റെ അമ്മയെയും അനിയത്തെയും കൂടിയാണ് അപമാനിക്കുന്നതെന്ന് ഒന്ന് ഓർത്താൻ നന്നായിരിക്കും. ജാനകി അമ്മയുടെ മകനാണെന്നും തുളസി മോളുടെ കൂടപ്പിറപ്പാണെന്നുള്ള ഒരൊറ്റ കാരണത്താൽ മാത്രമാണ് വിസ്മയ എപ്പോഴും തന്നെ തേടി വന്നത്. പക്ഷേ ഇനി തന്റെ ഒരു സപ്പോർട്ടും എനിക്ക് ആവശ്യമില്ല. ഒരു തന്റെ സഹായവും തുണയും ഇല്ലെങ്കിലും ഞാൻ ചെയ്യേണ്ടതൊക്കെ ഞാൻ തന്നെ ചെയ്തിരിക്കും. പോകേണ്ടടുത്തേക്ക് പോയിരിക്കും. പെണ്ണുങ്ങൾ ആണിന്റെ മുന്നിൽ കൈനീട്ടി യാചിച്ചു നിൽക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു. അതുകൂടി താൻ മനസ്സിലാക്കിക്കോ.